കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 5 ദ ഡോട്ട് എന്ന ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310. താങ്ക് യു ഫോർ സെലക്ടിങ് മൈ ചാനൽ. ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് ദ ഡോട്ട്, ഒരു കുത്ത്. ഓക്കെ, ഹിയർ ഇസ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ. ഇവിടെ നമ്മൾ ഒരു യങ് ഗേൾ, ഒരു ചെറിയ പെൺകുട്ടീൻ്റെ കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഹു ബിലീവ് ദാറ്റ് ഷീ കുഡ് നോട്ട് ഡ്രോ പിക്ചേഴ്സ്. അവൾ എന്താ വിശ്വസിച്ചിരുന്നത്? അവൾക്ക് ചിത്രങ്ങളൊന്നും വരയ്ക്കാൻ സാധിക്കില്ല. ഡു യു തിങ്ക് ഷീ ക്യാൻ ഡ്രോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അവർക്ക് വരയ്ക്കാൻ സാധിക്കുമോ? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ഇവിടെ നമ്പർ 1 കോളത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത്? ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ ബട്ട് വഷ്ടി സാറ്റ് ഗ്ലൂഡ് ടു ഹെർ ചെയർ. ആർട്ട് ക്ലാസ് കഴിഞ്ഞു, കുട്ടികളൊക്കെ പോയി. പക്ഷേ വഷ്ടി എന്ന് പറഞ്ഞ കുട്ടി അവിടുന്ന് എഴുന്നേറ്റില്ല. ഷീ സാറ്റ് ഗ്ലൂഡ് ടു ദ ചെയർ. ഈ ഗ്ലൂഡ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഒട്ടിക്കുക, അതായത് പശയിട്ട് ഒട്ടിച്ച പോലെ അവിടെ ഇരിക്കുക കുട്ടി. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. ആ കുട്ടിയുടെ പേപ്പർ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് എന്താ പറയുന്നത്? വഷ്ടിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. അങ്ങനെ ടീച്ചർ വന്നു. ടീച്ചർ വന്നിട്ട് ആ വഷ്ടി വരച്ച പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ കുനിഞ്ഞു നിന്നു. എന്നിട്ട് ആ ടീച്ചർ പറയാം, എ പോളാർ ബെയർ ഇൻ എ സ്നോ സ്റ്റോം. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ഒരു പോളാർ ബെയർ, അതായത് മഞ്ഞ് ധ്രുവത്തിലുള്ള കരടി, വെള്ള നിറത്തിലുള്ള കരടി സ്നോ സ്റ്റോമിൽ, അതായത് മഞ്ഞ് കാറ്റിൽ കുടുങ്ങി നിൽക്കുന്ന പോലെ എന്നുള്ളൊരു ചിത്രമാണല്ലോ ഇതിൽ ഞാൻ കാണുന്നതെന്ന് ആ ടീച്ചർ പറഞ്ഞു. അപ്പോൾ വഷ്ടി പറയാണ്, വെരി ഫണി, ഐ ജസ്റ്റ് കാൺ ഡ്രോ. നല്ല തമാശ, എനിക്ക് തീരെ വരയ്ക്കാൻ അറിയില്ല, ടീച്ചർക്ക് അറിഞ്ഞൂടെ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. ഇവിടെ നമ്പർ 3 കോളത്തിൽ എന്താ പറയുന്നത്? ഹെർ ടീച്ചർ സ്മൈൽഡ്, ജസ്റ്റ് മേക്ക് എ മാർക്ക് ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. ടീച്ചർ ചിരിച്ചുകൊണ്ട് വഷ്ടിനോട് എന്ത് പറഞ്ഞു? നീ ആ പേപ്പറിൽ എന്തെങ്കിലും ഒരു മാർക്ക് എന്നിട്ട് നീ നോക്ക്, നിന്നെ അത് എവിടെ എത്തിക്കും, ഏത് ലെവലിൽ എത്തിക്കും. അപ്പോൾ വഷ്ടി എന്ത് ചെയ്തു? വഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ ആൻഡ് ഗേവ് ദ പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ഫസ്റ്റ് എന്ത് ചെയ്ത്? ആ പേപ്പർ ഇങ്ങോട്ട് എടുത്ത്, എന്നിട്ട് ഒരു മാർക്കർ എടുത്ത് ശക്തിയായിട്ട് ഒരു കുത്തി ആ പേപ്പറിൽ. എന്നിട്ട് പറഞ്ഞു, ദാ ടീച്ചറെ ഞാൻ ചെയ്തു നിങ്ങൾ പറഞ്ഞ പോലെ. ഇവിടെ 5th and 6th കോളം എന്താ പറയുന്നത് നോക്കാം. ഹെർ ടീച്ചർ പിക്ഡ് അപ്പ് ദ പേപ്പർ ആൻഡ് സ്റ്റഡീഡ് ഇറ്റ് കെയർഫുള്ളി. അപ്പോൾ ആ പേപ്പർ എടുത്തിട്ട് ടീച്ചർ കുറച്ചു നേരം ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഓക്കെ. ഷീ പുഷ്ഡ് ദ പേപ്പർ ടുവേർഡ്സ് വഷ്ടി ആൻഡ് ക്വയറ്റ്ലി സെഡ്, നൗ സൈൻ ഇറ്റ്. അപ്പോൾ ആ പേപ്പർ വഷ്ടീൻ്റെ അടുത്തേക്ക് നീട്ടിയിട്ട് പറഞ്ഞ്, ശരി, ഇനി ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ താഴത്ത് ഒന്ന് സിഗ്നേച്ചർ ഇട്. വഷ്ടി തോട്ട് ഫോർ എ മൊമെൻറ്റ്. കുറച്ച് നേരത്തേക്ക് അവിടെ നിന്ന് ആലോചിച്ചു. വെൽ, മേ ബി ഐ കാൺ ഡ്രോ ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. ഓക്കെ, എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ല, ശരി തന്നെയാണ്, പക്ഷേ എനിക്ക് തന്നെ പേരെഴുതി സൈൻ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ പേപ്പറിൽ സൈൻ ചെയ്തു. 7th കോളം എന്താ പറയുന്നത്? The next week, Vashti walked into the art class. And the next week, അടുത്ത ആഴ്ച വഷ്ടി ആർട്ട് ക്ലാസ്സിലേക്ക് നടന്ന് കയറി വന്നു. She was surprised to see what was hanging above her teacher's desk. അവൾക്ക് വളരെ ആശ്ചര്യമായി. എന്ത് കണ്ടിട്ട്? അവളുടെ ടീച്ചറുടെ ഡെസ്കിൻ്റെ മേലെ ഒരു ചിത്രം കണ്ടു അവൾ. It was the little dot she had drawn, her dot. അതായത് അതിന് മുന്നത്തെ ആഴ്ച ടീച്ചർ നിർബന്ധിച്ചപ്പോൾ അവൾ പേപ്പറിൽ ഇട്ട് കൊടുത്ത ഒരു ഡോട്ടായിരുന്നു. ഓൾ ഫ്രെയിംഡ് ഇൻ ഷ്വെലി ഗോൾഡ്. അതായത് ഒരു വട്ടത്തിലുള്ള പാറ്റേൺ, ഒരു റൗണ്ട് പാറ്റേൺ ഉള്ള ഗോൾഡ് കളറിലുള്ള ഒരു ഫ്രെയിമിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. 8th കോളം എന്ത് പറയുന്നു നോക്കാം. അപ്പം അവൾ ക്ലാസ്സിൽ വന്നിട്ട് അത് കണ്ടതിന് ശേഷം പറയാം, ഐ ക്യാൻ മേക്ക് എ ബെറ്റർ ഡോട്ട് ദാൻ ദാറ്റ്. അതിൽ കാണുന്ന പോലെ അല്ല, അതിനെക്കാട്ടും നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഡോട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഷീ ഓപ്പൺഡ് ഹെർ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ആൻഡ് സെറ്റ് ടു വർക്ക്. അങ്ങനെ അവൾ വാട്ടർ കളർ സെറ്റൊക്കെ തുറന്ന് അവൾ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. കോളം നമ്പർ 9 എന്താ എഴുതുന്നത് നമുക്ക് നോക്കാം. വഷ്ടി പെയിൻറ്റഡ് ആൻഡ് പെയിൻറ്റഡ്. അങ്ങനെ അവൾ വരയ്ക്കാൻ പെയിൻറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ആദ്യം എ റെഡ് ഡോട്ട്, പിന്നെ എ പേർപ്പിൾ ഡോട്ട്, പിന്നെ എ യെല്ലോ ഡോട്ട്, പിന്നെ ഒരു ബ്ലൂ ഡോട്ട്. അങ്ങനെ ഓരോ കളറിൽ ഡോട്ട്സ് ഇടാൻ തുടങ്ങി. ദ ബ്ലൂ മിക്സ്ഡ് വിത്ത് യെല്ലോ. അങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ ബ്ലൂ മിക്സ് ചെയ്ത് യെല്ലോ ആയിട്ട് മിക്സായി. അപ്പം എന്തായി? ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അങ്ങനെ ബ്ലൂവും യെല്ലോ മിക്സ് ചെയ്തിട്ട് ഗ്രീൻ കളർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. വഷ്ടി കെപ്റ്റ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ഇൻ മെനി കളേഴ്സ്. അങ്ങനെ പല കളറിൽ
ഡോട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ ഏത് കളർ കിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് അവൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ തുടങ്ങി. 10th കോളം എന്ത് പറയുന്നു? ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വലിയ ഡോട്ട് ഉണ്ടായിക്കൂടെ? അപ്പോൾ വഷ്ടി splashed her colors with a bigger brush on a bigger paper to make bigger dots. അപ്പോൾ അവൾ പേപ്പർ മാറ്റി വലിയ പേപ്പർ എടുത്തു, ചെറിയ ബ്രഷ് മാറ്റി വലിയ ബ്രഷ് എടുത്തിട്ട് എന്ത് ചെയ്ത് കളർ ഇങ്ങനെ സ്പ്ലാഷ് ചെയ്ത് തെറിപ്പിച്ചിട്ട് വരച്ച്. എന്നിട്ട് എന്താ ചെയ്തറിയാം? ടു മേക്ക് ബിഗർ ഡോട്ട്സ്, വലിയ വലിയ ഡോട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിൻറ്റിങ് എ ഡോട്ട്. അപ്പോൾ ഒരു ഡോട്ട് പ്രത്യേകിച്ച് വരയ്ക്കാതെ കുഞ്ഞു 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 ഡോട്ട് കൊണ്ട് വലിയൊരു ഡോട്ടിൻ്റെ രൂപം അവൾ വരച്ചെടുത്തു. കോളം 11 എന്താ പറയുക നോക്കാം. അറ്റ് ദ സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ. അതായത് കുറച്ച് ആഴ്ചകൾ ശേഷം സ്കൂളിൽ ഒരു ആർട്ട് ഷോ ഉണ്ടായി. അവിടെ വഷ്ടീസ് പെയിൻറ്റിങ്സ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തു. വഷ്ടീസ് ഡോട്ട്സ് മെയ്ഡ് എ ക്വൈറ്റ് എ സ്പ്ലാഷ്. അപ്പം വഷ്ടി വരച്ച ആ ഡോട്ട്സിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് എല്ലാവർക്കും വളരെ അതിശയമായിരുന്നു, വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതാണ് ഇവിടെ ക്വൈറ്റ് എ സ്പ്ലാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോളം 12 വഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗേസിങ് അപ്പ് അറ്റ് ഹെർ. അപ്പോൾ വഷ്ടി എന്താ നോട്ടീസ് ചെയ്തു? ഒരു ആൺകുട്ടി അവളിങ്ങനെ കണ്ണെടുക്കാതെ തുറച്ചു നോക്കുന്നു. അതാണ് ഗേസിങ്ങിൻ്റെ അർത്ഥം. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ആ ആൺകുട്ടി എന്താ പറഞ്ഞ്? നീ വലിയൊരു കലാകാരിയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ, ആ കുട്ടി പറഞ്ഞു. അപ്പോൾ ആൺകുട്ടി എന്താ പറഞ്ഞറിയോ? എനിക്ക് വലിയ ആഗ്രഹമുണ്ട് വരയ്ക്കാനൊക്കെ. ഐ ബെറ്റ് യു ക്യാൻ സെഡ് വഷ്ടി. അപ്പോൾ വഷ്ടി എന്ന് പറഞ്ഞു, നിനക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ആൺകുട്ടി ചോദിക്കുക, മീ, ഞാനോ? ഇല്ല, നോ നോട്ട് ഐ, ഞാനല്ല. ഐ കാൻറ്റ് ഈവൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ റൂളർ. ഒരു റൂളർ വെച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പോലും അറിയാത്ത ഞാനാണ്. ഇങ്ങനെ വേറെ നീ പറയുന്ന മാതിരി നല്ലോണം വരയ്ക്കുക? നോ, നെവർ, ഐ കാൻ ഡു. കോളം 13 എന്ത് പറയും നോക്കാം. വഷ്ടി സ്മൈൽഡ്, ഷി ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. എന്നിട്ട് പറഞ്ഞു, ഷോ മീ. അപ്പോൾ വഷ്ടി എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് ഒരു ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ, ഒന്നും വരയ്ക്കാത്തൊരു പേപ്പർ അവന് കൊടുത്തിട്ട് പറഞ്ഞു, ശരി നീ ഒരു ലൈൻ വരയ്ക്കും, ഞാൻ ഒന്ന് കാണട്ടെ. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻ. അങ്ങനെ അവൻ ലൈൻ വരച്ചപ്പോൾ അവൻ്റെ പെൻസില് വിറയ്ക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. ഇവിടെ കോളം 14 എന്താ പറയുന്നത്? വഷ്ടി സ്റ്റേർഡ് അറ്റ് ദ ബോയ്സ് സ്ക്വിഗിൾ. ഈ സ്ക്വിഗിൾ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി വരച്ച വളഞ്ഞ വര എന്നർത്ഥം. അപ്പോൾ ആ വളഞ്ഞ വര ആ പേപ്പർ വാങ്ങിയിട്ട് കുറച്ച് നേരം സ്റ്റെയർ ചെയ്ത് കുറച്ച് നേരം നോക്കി നിന്നു. ആൻഡ് ദെൻ ഷീ സെഡ്, എന്നിട്ട് പറഞ്ഞു, സൈൻ ഇറ്റ്. അപ്പോൾ പണ്ട് വഷ്ടിയുടെ ടീച്ചർ ചെയ്യിപ്പിച്ച പോലെ തന്നെയാണ് വഷ്ടി ഇപ്പോൾ ഈ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ഊഹിക്കാം? ഇനി മുന്നോട്ട് വഷ്ടിക്ക് സംഭവിച്ച പോലെ തന്നെ ആ കുട്ടീനെ പ്രോത്സാഹിപ്പിച്ച് ആ കുട്ടി നല്ല പിക്ചറുകളൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡോട്ട് എന്ന ഈ പാഠം വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? പലരിലും പല രീതിയിലുള്ള കഴിവുകളുണ്ട്. ചില കഴിവുകൾ അവർക്ക് പ്രകടിപ്പിക്കാനോ അവർക്ക് അത് കാണിക്കാനോ ഉള്ള സാഹചര്യം കിട്ടാതെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുക, നല്ലോണം എൻകറേജ് ചെയ്യുക, എന്നിട്ട് ആ കഴിവിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ദ ഡോട്ട് എന്ന ലെസൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേര് യുവർ ക്ലാസ് റൂം അറ്റ് 2310.